മലപ്പുറം എടവണ്ണയിൽ വീട്ടുമുറ്റത്ത് മഴവിൽ ചോളം കൃഷി ചെയ്ത വീട്ടമ്മ. പനനിലം സ്വദേശി റൈഹാനത്താണ് ചോള കൃഷിയിൽ ലാഭം കൊയ്യുന്നത്. 6 മാസം മുൻപ് വാങ്ങിയ വിത്ത് മുളപ്പിച്ചാണ് റൈഹാനത്ത് ആദ്യ കൃഷി തുടങ്ങിയത്. ചോളം വിളവെടുപ്പ് കാലമാണിപ്പോൾ. മലപ്പുറത്തും ചോളം വിളവെടുക്കുന്ന തിരക്കിലാണ് ഒരു വീട്ടമ്മ. എടവണ്ണ പത്തപ്പിരിയത്താണ് റൈഹാനത്ത് എന്ന വീട്ടമ്മയുടെ കൃഷിയിടം. 6 മാസം മുൻപാണ് റൈഹാനത്ത് ചോളം വിത്ത് വാങ്ങി കൃഷി ആരംഭിച്ചത്. ആദ്യ കൃഷിയിൽ തന്നെ നല്ല വിളവ് ലഭിച്ചതുകൊണ്ട് പിന്നങ്ങോട്ട് ചോളകൃഷി പതിവാക്കുകയായിരുന്നു. ഒരു കുലയിൽ തന്നെ വിവിധ നിറങ്ങളിലുള്ള ധാന്യമണികളാണ് ഈ ചോളത്തിന്റെ പ്രത്യേകത. ഒരുപാട് വർഷങ്ങളായി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ മഴവിൽ ചോളം നട്ടുണ്ടാക്കാറുണ്ട്. നല്ല വിളവ് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായി. നമ്മളിപ്പോ ചുവപ്പ് വിത്തിട്ടോ എന്നാ അടുത്തതില് ചുവപ്പ് വിത്തല്ല, പിന്നെ ചുവപ്പ് ചോളം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ഈ വർണ്ണങ്ങളൊക്കെ കാണുമ്പോ എല്ലാരും എന്നോട് വിത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഈ കളറുകളെ ഭംഗി കാണുമ്പോഴാണ് എല്ലാവരും അത് ചോദിക്കുന്നത്. 150ഓളം തൈകളാണ് റൈഹാനത്തിന്റെ കൃഷിയിടത്തുള്ളത്. വിത്തിനായി ആവശ്യക്കാർ ഏറെയാണ്. ഒരു നിറത്തിലെ വിത്ത് തിരഞ്ഞെടുത്ത് കൃഷി ചെയ്താൽ അതേ നിറം ലഭിക്കണമില്ലെന്നും റൈഹാനത്ത് പറഞ്ഞു. ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുമെങ്കിലും അലങ്കാരത്തിനായാണ് പലരും ഇത് ഉപയോഗിക്കുന്നത്. പുഴുങ്ങിയും വറുത്തെടുത്ത പോപ്കോണായും ധാന്യപ്പൊടിയായും ഇത് ഉപയോഗിക്കാം. ഓരോ സമയത്തും വ്യത്യസ്തമായ എന്തെങ്കിലും കൃഷി ചെയ്യുന്നതാണ് റൈഹാനത്തിന്റെ പ്രത്യേകത. ഇതൊന്നും കൂടാതെ വീട്ടുമുറ്റത്ത് ചെറിയൊരു കൃഷിയുമുണ്ട് റൈഹാനത്തിന്. ചീര, മുളക്, ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക്, ഇതുകൂടാതെ സ്ട്രോബെറി കൃഷിയും ചെയ്തിരുന്നു. വീടിനോട് ചേർന്ന 10 സെന്റ് സ്ഥലത്താണ് ഈ കൃഷി മുഴുവൻ. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.